പയ്യെ തിന്നാൽ പനയും തിന്നാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്. ഒറ്റക്കെട്ടായി ഇവിടെ തൊടുപുഴയിലെ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും ഞങ്ങൾ ഒന്നിച്ച് അണിനിരന്നു, ഒന്നിച്ച് നീങ്ങുമെന്ന് പറഞ്ഞു. കേരളം മുഴുവൻ ആ മുദ്രാവാക്യം ഏറ്റെടുത്തു. ആ സ്പിരിറ്റിൽ എല്ലായിടത്തും പ്രവർത്തിച്ചു. അതുകൊണ്ട് UDF തൂത്തുവാരി. വലിയ വാട്ടമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പാലാ മുനിസിപ്പാലിറ്റിയിലും UDFന്റെ ചെയർമാൻ ഉണ്ടാവും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും UDFന്റെ ചെയർപേഴ്സൺ ഉണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്രമാത്രം ഒരു മുന്നോട്ട് കാഴ്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്? തീർച്ചയായിട്ടും അതിന്റെ സെമി ഫൈനൽസ് കടന്നിരിക്കും. ഫൈനൽസ് തീർച്ചയായിട്ടും വൻപിച്ച വിജയം ഭരിക്കും. ഈ തവണത്തെ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പോലും കബളിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല നോക്കുകയാണ്. അയ്യപ്പ കോപം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പത്മകുമാർ അകത്ത എന്തിനാ ഇനി കുറെ പേര് അകത്താനുണ്ട്. എന്താണ് സ്വർണപ്പാളി എന്ന് എഴുതിയത് വെട്ടി ചെമ്പ് പാളി എന്നാക്കി. അതെന്തിനാ? ഹൈക്കോടതി പറഞ്ഞു ആ കൊണ്ടുപോയ പാളിയല്ല, സ്വർണം പൊതിഞ്ഞ പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയതാക്കി. അത് വലിയ വിലയ്ക്ക് വിറ്റിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ സംഘങ്ങളുണ്ട്. അങ്ങനെ ശബരിമലയെ പോലും പരിപാവന ശബരിമലയെ പോലും ഒരു കൊള്ള വിധേയമാക്കിയ ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ നാട്ടിൽ ദരിദ്രരെല്ലാം ഇല്ലാതായിരിക്കും. എന്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ എത്ര പേരാ? 902 പേര് 2019. കിടപ്പ് രോഗികൾ, അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എന്നെ എടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ അത്രയും ആളുകളുണ്ടെങ്കിൽ കേരളത്തിലാകെ നോക്കിയാൽ ഒരു നിയോജകമണ്ഡലത്തിൽ 1000 പേര് ചുറ്റിയാൽ 1,40,000-ഓളം കിടപ്പ് രോഗികളുള്ളപ്പോൾ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കി. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കേന്ദ്രങ്ങൾക്ക് ആളുകളും ഇല്ലാതാക്കി. അത് LDF വന്നിട്ട് 2ലേക്ക് വലിയ തിരിച്ചടിയാണ്. അപ്പോ ഇവിടേക്ക് വിളിക്കുന്നു. ആ വിഷയം ഉദിക്കുന്നില്ല, പ്രസക്തിയില്ല. അത് ആ വിഷയമൊന്നും അതല്ലല്ലോ. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യം മുന്നോട്ട് നീങ്ങും. വർദ്ധിച്ച ആത്മവിശ്വാസവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.